نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് ജീവിതത്തിൽ പുലർത്തി യഥാവിധി ഒരു മുഅ്മിനും മുത്തഖിയും മുഹ്സിനുമായി ജീവിച്ച് മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് അറാഫിലെ 96-ാമത്തെ ഒരു ചെറിയ വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മുടെ ഒക്കെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി സാധാരണ നമ്മുടെ വർത്തമാനങ്ങളിൽ വരുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഒരു ഗുണം പിടിക്കുന്നില്ല, ഒരു അനുഗ്രഹം വരുന്നില്ല, ഒരു ബർക്കത്ത് കിട്ടുന്നില്ല. ചില നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു കുരുത്തം ഇല്ല എന്ന് പറയും. ഒരു പക്ഷേ നമ്മുടെ സാധാരണ അനുഭവങ്ങളിൽ നിന്നായിരിക്കാം നമ്മൾ ആ പറയുന്നതെല്ലാം. കൂടുതൽ പണം ചെലവഴിച്ച് മക്കളെ നന്നായി പഠിപ്പിച്ച് ഉയർന്ന റാങ്കോടുകൂടെ വിജയിച്ച് ഉന്നതമായ ഒരു സ്ഥാപനത്തിൽ പ്രവേശനവും കിട്ടിയിട്ട് ഒരു വർഷം കഴിയുമ്പോഴൊക്കെ പിന്നോട്ട് ഇങ്ങനെ പോവുക. മറ്റുള്ളവരൊക്കെ പാസ് ഔട്ട് ആയിട്ടും ഇവനെങ്ങനെ പിന്നോട്ട് നിൽക്കുക.
വേറുള്ളവൻ പഠിച്ചൊക്കെ ഉഷാറായി, പിന്നെ അവനൊന്നങ്ങ് പോയതാണ്, പിന്നെ അവനെ കാണാനേ ഇല്ല, അന്വേഷണങ്ങളില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുതൽ പണം ചെലവഴിച്ചിട്ടുണ്ടാവുക ഈ മക്കൾക്കൊക്കെ വേണ്ടിയായിരിക്കും. എന്തിന്റെയോ ഒരു കുറവ് സത്യത്തിൽ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളൊന്നും പ്രിയരെ നമുക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നല്ല. അത് പടച്ച റബ്ബ് തന്നെ നമുക്ക് തരണം. ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞ വാക്കായി ഞാൻ വായിച്ചത്, പൂമ്പാറ്റകളെ കാണാൻ വളരെ മനോഹരമാണെങ്കിലും ആ പൂമ്പാറ്റകൾ നമ്മുടെ മുറ്റത്ത് വരണമെങ്കിൽ അതിനെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിടാൻ കഴിയില്ലല്ലോ. നമ്മുടെ മുറ്റത്ത് പൂക്കളുണ്ടോ, അവിടെ പൂമ്പാറ്റകൾ ഉണ്ടാവും. അവിടെയാണ് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം. വലൗ അന്ന അഹ്ലൽ ഖുറ, ഒരു ഗ്രാമവാസികള്, നാട്ടുകാര്, അമനു വത്തഖൗ, അവർക്ക് ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ, ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ഈ വാനഭൂവനങ്ങളിലെ ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ, ബർക്കത്തിന്റെ കവാടങ്ങൾ നമ്മൾ അവരുടെ മേലിൽ ഇങ്ങനെ തുറന്നു കൊടുക്കും. വലാകിൻ കസബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, നിഷേധത്തിന്റെ വഴികളാണ് ജീവിതം കൊണ്ട് തുറക്കുന്നതെങ്കിൽ അവരെന്താണോ സമ്പാദിച്ചു കൂട്ടുന്നത് അതിന്റെ ഫലമാണ് നാം അവർക്ക് നൽകുക. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഈ ആയത്തൊന്ന് നമ്മളൊന്ന് ശരിക്കും പഠിച്ചാൽ, ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ അല്ലാഹ് എന്തു പറയാണ്, നിങ്ങൾക്ക് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നൊക്കെ ബർക്കത്തുകൾ, ഐശ്വര്യങ്ങൾ ഇങ്ങനെ ഞാൻ തുറന്നു തരുന്ന. യഥാർത്ഥത്തിൽ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുക? അതൊന്നും ശരിക്കും പഠിക്കണം കേട്ടോ. ഒരു മനസ്സറിഞ്ഞ് ഞാനും നിങ്ങളും തേടണം. ഞാൻ എല്ലാ ആഴ്ചയും ഓരോ പ്രാർത്ഥനകൾ പറഞ്ഞു തരാനുണ്ട്. അത് നമ്മൾ ഓർക്കാറുണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു ആയാലും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന് സിയാദത്ത്, അതേപോലെ തന്നെ നമാ, വളരുക, വർദ്ധിക്കുക, വർധനവ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ശറഈൽ എന്താ അർത്ഥം അറിയോ? കസ്റത്തുൽ ഖൈർ വസ്തിംറാറുഹു, ഖൈർ വർദ്ധിക്കുക, ആ ഖൈർ ജീവിതത്തിൽ നിലനിൽക്കുക. അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കുന്ന സമയത്ത് നല്ല ആരോഗ്യവും ധാരാളം സമ്പത്തും ശക്തരായ മക്കളുമാണോ നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യം എന്ന് പറയുന്നത്, ബറക്കത്ത് എന്ന് പറയുന്നത്? അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ രോഗങ്ങളില്ലാത്ത ഒരു ശരീരമുണ്ടായിട്ടും ആ ശരീരം കുറെ കാലം ജീവിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്തു വെക്കാതെ മരിച്ചു പോവുക, അല്ലേ? അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണില്ല. ചിലപ്പോ നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സംതൃപ്തമായ സാമ്പത്തിക അവസ്ഥ ഉണ്ടായിട്ടും ആ പണം കൊണ്ട് കാര്യമായതൊന്നും ചെയ്തു വെക്കാതെ എത്രയോ പേരുടെ ജീവിതം അവസാനിക്കുകയാണ്. മറ്റൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലൂടെ വന്നു പോയിട്ട് എവിടെ, എങ്ങനെ ആ പണം വന്നു തീർന്നു എന്ന് സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. സമയത്തിന്റെ സ്ഥിതിയും അങ്ങനെയാണ്. ഒഴിവ് വേള എത്രയോ കിട്ടിയിട്ടും വേണ്ടത്ര ലഭിച്ചിട്ടും പ്രസക്തമായതൊന്നും നിർവഹിക്കാൻ കഴിയാത്ത എത്രയോ മനുഷ്യരുണ്ട്. ശേഷിയുള്ള മക്കളുണ്ടായിട്ടും ആഗ്രഹിച്ച വിധം അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ. പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്താണ് നമ്മൾ ഈ എണ്ണിയ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് പറഞ്ഞത് ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. എന്താണത്? നമ്മൾ എങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ജീവിതാനുഗ്രഹങ്ങളിലെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മേൽ ഇത് ചൊരിഞ്ഞു തരുന്നത് എപ്പോഴാണ്? നമ്മൾ ആദ്യം അറിയണം കേട്ടോ. നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, പടച്ചവനാണ്, അല്ലാഹുവാണ് ഈ ഐശ്വര്യം നൽകുന്നവൻ. ഇത് നമുക്ക് കിട്ടിയാൽ നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക് വലിപ്പം കൂടും.
അല്ലാഹ് ആരാണ് എന്ന് പറയുന്നിടത്ത് നമുക്കറിയാലോ ആയത്തുകളൊക്കെ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക, ആ വാക്കുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത് തന്നെ, സൂറത്ത് തുടങ്ങുന്നത്. ഒരു സൂറത്ത് അവസാനിക്കണം എങ്ങനെ അറിയാം? അള്ളാഹുവിന്റെ മഹത്വം പറയാണ്. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിന്റെ ഒരുപാട് മഹത്വങ്ങൾ എണ്ണി പറഞ്ഞത് പറഞ്ഞുതരാണ്. അവൻ അനുഗ്രഹത്തിന്റെ ബറക്കത്തിന്റെ പൂർത്തീകരണം ഉണ്ടായവനാണ്. അപ്പൊ ബർക്കത്ത് നമുക്ക് കിട്ടണം. നമ്മുടെ സമ്പാദ്യത്തിൽ മാത്രമല്ല, ശമ്പളത്തിൽ മാത്രമല്ല, ഉപജീവനത്തിൽ മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തില്, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യയിൽ, നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, പിന്നെ നമ്മുടെ വീട്, ബുദ്ധി, ചിന്ത, ഏതിലും അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തുമാണ് നമുക്ക് നന്മകൾ വർദ്ധിപ്പിച്ചു തരുന്നത്. ഇതില്ലെങ്കിൽ എവിടെയും സമാധാനം ഉണ്ടാവില്ല, ജീവിതത്തിൽ ഒരു വിശാലത തോന്നില്ല, എത്ര കിട്ടിയിട്ടും മതിയായി എന്ന് തോന്നില്ല. ബർക്കത്തിറങ്ങിയാലോ കിട്ടുന്നത് എത്ര തുച്ഛമാണെങ്കിലും സമാധാനം ഉണ്ടാവും, ആശ്വാസം ഉണ്ടാവും. അതാണ് ശറഈൽ ഇതിന്റെ അർത്ഥം പറഞ്ഞല്ലോ, കസ്റത്തുൽ ഖൈർ വസ്തിംറാറുഹു. ഖൈറിന്റെ ആധിക്യം അതെപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് കിട്ടുക. നോക്കിയിട്ടുണ്ടോ ചില ആളുകളൊക്കെ നമ്മുടെ വരുമാനം നമ്മൾ മനസ്സിൽ കാണുക. ഈ ലോകത്ത് 4000, 5000 ഒക്കെ റുപ്യ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതിന്റെ കൂടെ ചിലപ്പോൾ 2 പൂജ്യം കൂടി കൂടുതൽ വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഈ 4000 കൊണ്ട് 5000 കൊണ്ടൊക്കെ ഒരു മാസത്തെ ചെലവ് ഭംഗിയായി നടത്തുന്ന ആളുകൾ ഉണ്ടാവും. നമുക്കൊരു പ്രത്യേകിച്ച് നമുക്കൊക്കെ നോക്കിയാൽ ഒരു പക്ഷേ 4000 അല്ല 5000 ഉണ്ടെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ കഴിഞ്ഞോളന്നുണ്ടാവില്ല. രണ്ടറ്റം ജീവിതത്തിന്റെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്നവർ ചെറിയ വരുമാനം കൊണ്ട് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അതാണ് കസ്റത്തുൽ ഖൈർ എന്ന് പറഞ്ഞാൽ. അതാണ് കസ്റത്തുൽ ഖൈർ. അത്തരം ആളുകളെ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശരിക്കൊന്ന് അവരോടൊന്ന് ചേർന്ന് വന്നാൽ എത്ര മനോഹരമായി ജീവിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഏതിലാണ് ബർക്കത്ത് ഉണ്ടാവുക നമുക്കറിയില്ല, നമ്മൾ അതിന് തേടണം. നൂഹ് നബി അലൈഹിസ്സലാം ഈ ലോകത്ത് അള്ളാഹുവിന്റെ വിധി വന്ന് എന്നൊരു നിശ്ചയം വരികയാണ്, എല്ലാം പോവുക, കുറച്ചാളുകൾ മാത്രം ബാക്കിയാവും നിന്റെ കൂടെയുള്ള ആളുകൾ. ഇവിടെ കുറച്ച് ജീവികളുടെ കണക്കൊക്കെ പറഞ്ഞല്ലോ. ആ നേരത്ത് ആ കപ്പലിൽ കയറുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താ? വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക, എനിക്ക് നീ ഒരു ബർക്കത്തുള്ള മുബാറക്കായ ഒരു സ്ഥാനത്താണ് എന്നെ ഇറക്കേണ്ടത് റബ്ബേ. ആ ബർക്കത്തോടുകൂടി ഇറങ്ങിയ ആളുകളിലാണ് നമ്മൾ പെടുകയും. കാരണം ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ, അതിന്റെ ബാക്കി വന്ന ആ പരമ്പരയിൽപ്പെട്ടവരാണല്ലോ നമ്മള്. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാനത് മുഴുവൻ ബയാൻ ചെയ്യല്ല, സൂചന തന്നു എന്ന് മാത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതം നോക്ക്. അദ്ദേഹം ബർക്കത്തിന് വേണ്ടി തേടുന്നില്ലേ? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സ്വാലിഹീങ്ങളായ മക്കളെ തരണം. വബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ്, ആ കുടുംബത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ പറഞ്ഞു തരാണ്. ആ ബർക്കത്ത് വരുന്ന വഴി എങ്ങനെയെന്നറിയാമോ? മലക്കുകൾ വന്നിട്ട് ആ ഉമ്മനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകാൻ പോകാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഫലാഹിക്കത്ത് എന്നാണ് അവര് പറയണത്. വാതിലിന്റെ ഒരു ഉമ്മറപ്പടിയില് ഒരു ഓരത്ത് ഇങ്ങനെ നിന്ന് ഈ വാക്കുകൾ കേട്ടപ്പോ അവരിങ്ങനെ ഊറിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവര് പറഞ്ഞ വാക്കെന്നറിയോ? യാ വൈലതാ അഅലിദു വഅന അജൂസ് വഹാദാ ബഅലി ശൈആ. ഈ ആള് അയാള് ശൈഖായിട്ടുണ്ട്, ഭയങ്കര ശൈഖ, വയസ്സനായി. എന്നുവെച്ചാൽ ശാരീരികമായി കഴിയാവുന്ന എല്ലാം നിന്നുപോയി. എനിക്ക് പ്രസവശേഷി വരെ നഷ്ടപ്പെട്ടു പോയി. ഇനി അങ്ങക്ക് മക്കൾ ഉണ്ടാകുമെന്നാണോ പറയണത്? എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തിരിച്ചു ചോദിച്ച വാക്കെന്തറിയോ? അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ?
എന്നിട്ടെന്താ റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലുൽ ബൈത്ത്. അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഒക്കെ ആ വരുന്ന വഴി അതിലാണോ അത്ഭുതപ്പെടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ അനുഗ്രഹമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തി നിൽക്കുന്നത്. ആ ജീവചരിത്രം മനസ്സിലൊന്ന് എടുത്തു വെക്കണം. പിന്നെ നമ്മളിങ്ങനെ പഠിക്കുമ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതം ബർക്കത്തിന്റെ ഘോഷയാത്രയാണ് ശരിക്കും ആ ഭാഗത്ത് നമുക്ക് കാണാം. ഇനി അബ്ദുള്ള തൊട്ടിൽ കിടന്നിട്ട് ഉമ്മ പറഞ്ഞില്ല, പ്രസവം കഴിഞ്ഞ ഉടനെ ആ നാട്ടുകാരെല്ലാരും വന്നിട്ട് തെറി പറയുന്ന വേളയിലാണ് ഞാൻ ഇന്ന് നോമ്പാണ് കുട്ടിന്റെ അടുത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലേ. അപ്പൊ ആ കുട്ടി എണീറ്റിട്ട് ആ നിമിഷം പറയാണ് ഇനി അബ്ദുള്ള. എന്തൊരു ബർക്കത്തിന്റെ ഒരു രൂപാണത്. അതാനിയൽ കിതാബ് വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുൻതു. ഞാൻ ഉള്ള സമയങ്ങളിലൊക്കെ പടച്ചവൻ എനിക്ക് ബർക്കത്ത് ഇങ്ങനെ തന്നിട്ടുണ്ട് എന്നാണ്. ഞാൻ ആ കഥ വിശദീകരിക്കുന്നില്ല. നമ്മളോട് അന്ന് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് എന്താ പറഞ്ഞറിയോ? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. മുഅ്മിനുകളെ, നിങ്ങൾക്ക് ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ, അല്ലാഹ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് സ്വർഗം തരാമെന്നല്ല, സ്വർഗം തരാമെന്ന് മാത്രമല്ല, നേരെ പഠിക്കണം കേട്ടോ. അല്ലാഹ് പറഞ്ഞത് ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശങ്ങളിലെ ഭൂമിയിലെ മുഴുവൻ ഐശ്വര്യങ്ങളുടെ വാതിലുകൾ തുറന്നു തരുന്ന, അതാണ് ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ എന്ന് പറഞ്ഞത്. സഹാബത്തിന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയേ. ബിലാൽ, ആ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്നാണ് നമ്മുടെ മനസ്സിൽ വരിക. ഒരാള് ബിലാൽ എന്ന് പോയിട്ട് പറഞ്ഞു നോക്കുക, നമുക്കൊരു അസ്വസ്ഥത തോന്നുക ബിലാൽ എന്ന് മാത്രം പറഞ്ഞാൽ, അല്ലേ? ഒരു സഹാബിയുടെ പേര് പറയുമ്പോ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലെങ്കിൽ ഒരു എന്തോ ഒരു ജാതി ചുറ്റുമുട്ട് വരും. ആഫ്രിക്കയിലെ ഏതോ ഒരു പ്രദേശത്ത് ജനിച്ച നീഗ്രോയായ വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ആ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പേരിനെ ഓർത്തെടുക്കുന്നത് എങ്ങനെ അറിയാം? അവരുടെ പ്ലസ് പോയിന്റ് എന്താ? ദീനീ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചു എന്ന് മാത്രം. ഭൗതികമായിട്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ? ഞാൻ പറയുന്ന വാക്കുകൾ നല്ലപോലെ ചേർത്തി വായിക്കണം. നമ്മൾ താമസിക്കുന്ന ഈ ഭൂപ്രദേശത്തെക്കാളും പ്രവിശാലമായ നാടിന്റെ ഭരണാധികാരികളായിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ തിരിച്ചു വിളിച്ചിട്ടുള്ളത്. ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ. ഇങ്ങനെ കേൾക്കുമ്പോ അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നും, ഞാനും കുറെ കാലമായിട്ട് നിസ്കാരം പോലും ഒക്കെ ഉള്ളതാണല്ലോ, എന്നിട്ട് എന്താ എനിക്ക് അങ്ങനത്തെ ഒന്നും കിട്ടാത്തെന്നുള്ളതാ. അതിന് പടച്ചോൻ പറഞ്ഞതറിയോ? ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കൂടെ താമസിക്കുന്ന മറ്റുള്ള ആളുകളെയും നമ്മളെയും ഒന്ന് ചേർത്തി ഒന്ന് ശരിക്കും പഠിച്ചു നോക്കി. നമ്മൾ അനുഭവിക്കുന്ന മാനസിക സുഖങ്ങളുണ്ട്, അത് വേറൊരാൾക്ക് അനുഭവിക്കാനുള്ള തൗഫീക്കില്ല. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കണേ, ഈ നാട്ടിലൊക്കെ അള്ളാനെ പേടിക്കുന്ന ആളുകളാണുള്ളത്, നല്ലവരാണ്. പക്ഷേ അവരുടെ ദാരിദ്ര്യം വിട്ടു മാറുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു നാടും ഈ ഭൂമി മലയാളത്തിൽ ലോകത്തുണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ നാട് അള്ളാഹുവിനെ പേടിക്കുന്ന നാടാണ്. ഇവിടെയെല്ലാം നല്ലവരാണ്. പക്ഷേ ഇവിടെ നിന്ന് ദാരിദ്ര്യം വിട്ടുമാറുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു നാട് ഈ ലോകത്തുണ്ടാവില്ല. അല്ലാഹ് പറഞ്ഞിരുന്നതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അതാണ് നമ്മുടെ വില എന്ന് പറയുന്നത്. അല്ലാഹ് പറഞ്ഞത് ഇപ്പോൾ ഏത് രാജ്യത്ത് പരിശോധിച്ചു നോക്കുന്നുണ്ട്, ഇസ്ലാമിക ലോകത്തൊക്കെ അത് ഇസ്ലാമിക അധികാരത്തിന് കീഴിൽ വന്നിട്ടുള്ള നാടുകളിലൊക്കെ സക്കാത്ത് വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല എന്നാണ്. സക്കാത്ത് വാങ്ങാൻ ആളുണ്ടായിരുന്നു. ഓരോ ഭൂപ്രദേശത്തു നിന്ന് പണം പിരിച്ചെടുക്കും, എന്നിട്ട് ബൈത്തുൽ മാലിലേക്ക് അയക്കുമ്പോ ഇങ്ങോട്ട് അയക്കണ്ട, ഇവിടെ പണമുണ്ട്, ഞാനെന്താ ഈ പണം ചെയ്യേണ്ട? ഗവർണർ ചോദിക്കാണ്, നിങ്ങൾ അവിടുത്തെ ആളുകൾക്ക് കൊടുക്കില്ല, എല്ലാരും വാങ്ങിക്കാനുള്ള എല്ലാം കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ആളുകൾക്ക് ആ പണം കൊടുക്കുക,
അവര് കൃഷി നടത്തട്ടെ, റോഡ് ഉണ്ടാക്കട്ടെ, അങ്ങനെയുള്ള സൗകര്യങ്ങളിലേക്കാ പിന്നെ പണം പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ഉണ്ടോ? വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. റസൂലേ, നിങ്ങളുള്ള നാട് ഞാൻ ശിക്ഷിക്കൂല. എന്നിട്ട് പടച്ചോൻ പറഞ്ഞെന്തറിയോ? വമാ കാനല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു നാട്ടുകാരെ, ഇസ്തിഗ്ഫാറുള്ള ആളുകളെ അല്ലാഹ് നശിപ്പിക്കൂല, അല്ലാഹ് ശിക്ഷിക്കൂല എന്നാണ്. അതുകൊണ്ട് നല്ലവരുള്ളിടത്തോളം കാലം ശിക്ഷ ഇറങ്ങൂല. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ വില. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടുന്നത്? നമ്മൾ അതിന്റെ പ്രാക്ടിക്കലിലേക്ക് ഒന്നുകൂടി കടന്നു ചെല്ലണം. ഞാൻ കുറച്ച് തത്വങ്ങളാ പറഞ്ഞു തന്നത്. നമ്മളിലേക്കൊന്നും ഇങ്ങനെ വരിക. രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഒന്ന്, നാം ചെയ്യുന്ന തെറ്റുകൾ. ഈ വേഗത്തിൽ എണ്ണി എണ്ണി പറഞ്ഞു തരികയാണ്. ഭയങ്കരമായ ആർത്തി, അതാണ് രണ്ടാമത്തത്. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോകുമ്പോ അതിന്റെ ഫലങ്ങൾ പ്രവർത്തിക്കുന്നവനെ തേടിയെത്തുമെന്നാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഭാഗം മാത്രമല്ല, നിരന്തരം തെറ്റുകൾ വന്നാൽ ആയുസ്സിലെ ബർക്കത്ത് അതുകൊണ്ടില്ലാണ്ടായി പോകും. ബർക്കത്തുൽ റിസ്ക്, ബർക്കത്തുൽ ഇൽം, ബർക്കത്തുൽ അമൽ, ബർക്കത്തുൽ ത്വാഅ. ഇതൊക്കെ എണ്ണിയത് റിസ്കിലെ ഐശ്വര്യം, അറിവിലെ ഐശ്വര്യം, ഒരു അമൽ ചെയ്യുമ്പോണ്ടാകുന്ന ബർക്കത്ത്, എല്ലാറ്റിലും ഉപരി അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയുക എന്ന് പറയുന്നതിലെ ബർക്കത്ത്. ഇതൊക്കെ ഇതുകൊണ്ടാണ് നീങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ബാധിക്കും. ഏത് നന്മകളും ദുനിയാവിൽ കിട്ടട്ടെ, പക്ഷെ ആർത്തി കാണിക്കരുത്. എന്താണ് ആർത്തി എന്ന് പറഞ്ഞാൽ? ഈ ആർത്തി കൂടിയുള്ളൊരു പ്രശ്നം അറിയാം. സത്യസന്ധമല്ലാത്ത വഴികളായിരിക്കും ആ വഴിയിൽ അയാൾ സ്വീകരിക്കും. അതാണ് ആർത്തിയുടെ പ്രത്യേകത. അതുകൊണ്ട് മുസ്ലിമായി ജീവിച്ചാൽ തന്നെ ബർക്കത്തിന്റെ വഴികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാളുകൾ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ വരെ നമ്മുടെ പ്രാർത്ഥന എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമ്മൾ എന്താ തിരിച്ചു കൊടുക്കേണ്ടത്? വലൈക്കും സലാം എന്ന് മാത്രമല്ല, പറയലല്ലേ സുന്നത്തുള്ളൂ. മടക്കൽ എന്താണ്? ഫർളാണ്. അല്ല, എന്താ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? അനേകം ബർക്കത്തുകൾ വരാനുള്ള വഴികളുണ്ട് കേട്ടോ. ഒന്ന്, ബർക്കത്ത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് മനസ്സുകൊണ്ട് ആദ്യം അംഗീകരിക്കുക. നമ്മൾ വിചാരിക്കാതെ എത്രയോ തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. രോഗങ്ങൾ വരിക, മക്കൾ പരീക്ഷകളിൽ തോൽക്കുക, ബിസിനസ്സുകളിൽ പരാജയം സംഭവിക്കുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചില മനുഷ്യന്മാർ ചെയ്യുന്നത് എന്തറിയോ? പല ദർഗകളിലേക്കും ഖബറിലേക്കും പോകും. നമ്മൾ തിരിച്ചറിയണം, ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ അറിയണം. എന്തും തീരുമാനിക്കുന്നത് പടച്ചവനാണ്. അള്ള തീരുമാനിച്ചാലുണ്ട്, ഇല്ലെങ്കിലില്ല. എന്തിനും അള്ള തീരുമാനിക്കണം. അപ്പുറത്തേക്ക് ഒരാൾ ബർക്കത്ത് തേടിപ്പോയാൽ അതാണ് പക്ക ശിർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് പലതും കിട്ടാതെ വരുമ്പോ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതെന്നറിയോ? നമ്മുടെ ഭാഗത്ത് വല്ല തകരാറുകളും ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. എന്നിട്ട് ആ തകരാറുകളെ മാറ്റിയിട്ട് നമ്മൾ പടച്ചവനോട് പറയണം. ഓരോ നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ പറയണ വാക്കേതാ? ഈ മനുഷ്യൻ എങ്ങനെ അള്ള വിട്ട് വേറൊരു ഭാഗത്തേക്ക് പോവുക? രണ്ടാമതായി, അപ്പൊ ഒന്ന്, ബർക്കത്ത് വരുന്നത് മുഴുവൻ അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. രണ്ട്, ഖുർആനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. ബർക്കത്ത് നിറഞ്ഞ മുബാറക്കായതാണ് അള്ളാന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത്. ജീവിതത്തില് ഈ ബർക്കത്ത് കിട്ടാതെ പോയാൽ നമ്മുടെ ജീവിതം ഇരുളടയും. സഹോദരങ്ങളെ, ഖുർആനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു. ഇത് മുബാറക്കായ കിതാബാണ്, നിങ്ങൾ ഇതിനെ പിന്തുടരൂ. അള്ളാഹനെ സൂക്ഷിക്കൂ, ലഅല്ലക്കും തുർഹമൂൻ. പടച്ചോന്റെ റഹ്മത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന. ഞാനത് ബയാൻ ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വെക്കുക. മറ്റൊന്ന്, നിസ്കാരം സമയത്തിന് നിർവഹിക്കുക.
നമ്മളൊക്കെ നിസ്കരിക്കലുണ്ട്. നല്ല തിരക്കുകളിൽ നമ്മുടെ നമസ്കാരത്തിന് നമ്മൾ സമയം കൊടുക്കാറുണ്ടോ? ഇത് ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് വായിച്ചാൽ മതി. നമസ്കരിക്കേണ്ട സമയത്ത് 16ഉം 18ഉം വയസ്സായ നമ്മുടെ മക്കൾ കിടന്നുറങ്ങുന്ന വേളയിൽ എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുക അവർക്ക് പടച്ചവനെ നല്ലൊരു ജീവിതം കൊടുക്കണേന്ന്. കിട്ടുവോ? ശരിക്കും ശാന്തായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. നിസ്കരിക്കേണ്ട സമയത്ത് കടന്നുറങ്ങുന്ന മക്കളുണ്ടെങ്കിൽ അള്ളാന്റെ ബർക്കത്തിന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? അതുകൊണ്ട് ആ ഭാഗം നല്ലപോലെ ശ്രദ്ധിക്കണം. അടുത്തത്, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നല്ലപോലെ പരിഗണിക്കണം. ബന്ധങ്ങൾ ചേർത്ത് പിടിക്കണം. റിസ്കിന്റെ വിശാലത പറഞ്ഞിടത്ത്, മനസ്സമാധാനം തരാമെന്ന് പറഞ്ഞിടത്ത്, ആയുസ് കൂടുതൽ തരാമെന്ന് പറഞ്ഞിടത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിയാമോ? നിങ്ങൾ ഈ ഹദീസ് കേട്ടിരിക്കും. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസ്രിഹി ഫൽയസിൽ റഹ്മ. അവൻ ബന്ധങ്ങൾ ചേർക്കട്ടെ എന്നാണ്. എന്റെ സഹോദരങ്ങളോട് വളരെ നസീഹത്തോടു കൂടി പറയാനുള്ളത്, പാക്കും ഉമ്മാക്കും കൊടുത്തിട്ട് മക്കളെ നമ്മൾ ഒരിക്കലും തൊലയൂല. കുടുംബത്തെ പരിഗണിച്ചാൽ അലയൂല ജീവിതത്തിൽ. പലരുടെയും ചിന്തകൾ തീരുമെന്നാണ്, അല്ലെ, ചെലവ് കൂടുമെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവൂല എന്ന് മാത്രല്ല, ബന്ധങ്ങൾക്ക് ചെലവഴിക്കുന്നതിലൂടെ അള്ള നമ്മുടെ ജീവിതത്തിൽ ഓരോ വഴികളും ഇങ്ങനെ തുറന്നു തരുന്ന ഭയങ്കര രസമാണത്. അള്ള വഴികൾ ഇങ്ങനെ തുറന്നു തരും. അല്ലാത്തൊരാളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവന്റെ കഷ്ടപ്പാട് തീർന്ന സമയം ഉണ്ടാവില്ലേ? അവന്റെ കഷ്ടപ്പാട് തീരൂല. അത് ആശുപത്രിയിലോ അല്ലെങ്കിൽ അവിടെ പാഴ്ചെലവുകൾ അവന് കൂടും. ഒറ്റ വാക്ക് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. നമ്മൾ കാരണമായി നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധങ്ങൾ കരയാൻ ഇടവരരുത് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെപ്പോഴും മനസാക്ഷിയെയും എപ്പോഴും ബോധ്യപ്പെടുത്തണം. അടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? കച്ചവടത്തെ കുറിച്ചാണ്. ഒരുപാട് പറയേണ്ട കാര്യങ്ങളാണത്. ലാഭം കിട്ടും, സത്യസന്ധതയില്ലെങ്കിൽ ലാഭം കിട്ടും, ബർക്കത്ത് ഉണ്ടാവില്ല. എങ്ങനെയാ? ഫൈൻ സദഖ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. രണ്ടാളുകൾ കച്ചവടം നടത്തുക, സത്യസന്ധതയുണ്ടെങ്കിൽ, വ്യക്തമായി കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ പടച്ചവൻ അവരുടെ കച്ചവടത്തിൽ ബർക്കത്തിനെ കൊടുക്കുന്ന പറഞ്ഞു. അല്ലാത്തതിനൊക്കെ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും അറിയാം, നമുക്ക് പൈസ ഉണ്ടാവും, ഇതിന് ബർക്കത്തുന്നൊരു സാധനം ഉണ്ടാവില്ല. അതില്ലാതെ വന്നാൽ എന്താന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ വിനിമയം ചെയ്യുന്ന ഒരു ഭാഗത്തും സഹോദരങ്ങളെ ഐശ്വര്യം ഉണ്ടാവില്ല, ഗുണം പിടിക്കൂല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കാണാണ്. ഒരുപാട് പറയേണ്ടതുണ്ടെങ്കിൽ പോലും ആ സൂചന മാത്രമാണ് അതിലേക്ക് തരുന്നത്. നോക്ക്, ഹലാലല്ലാത്തത് നമ്മുടെ കൈകളിൽ വന്നാൽ എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും തകർന്നു പോകും, ജീവിതത്തിൽ ഐശ്വര്യം പോകും. ഹറാമ് വന്നാൽ നിങ്ങൾ ശരിക്കും പഠിച്ചില്ല, അത് ആദ്യം ബാധിക്കുക മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിലാണ്. അത് അടുത്തത് ബാധിക്കുക നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ, നമ്മളെ ഇണകളും തമ്മിലുള്ള ബന്ധത്തിലാണ് വരിക. ആ ബർക്കത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് പിന്നെ നാട്ടിലുള്ള ഓരോ അവസ്ഥകളും നിങ്ങൾ ശ്രദ്ധിച്ചുക. 25 കൊല്ലം മുമ്പ് ഏതോ ഒരു റിയാലോ 2 റുപ്പി വാങ്ങിയ ഒരാള് തെരഞ്ഞു പോവുകയാണ്. അയാൾ എത്ര സമാധാനത്തിനായിരിക്കും ജീവിക്കുന്നുണ്ടാവുക? എനിക്കൊരു ഓർമ്മയുണ്ട്, ഒരു ഹോൾസെയിൽ കച്ചവടക്കാരനാണ് അദ്ദേഹം, മാംസം കോഴി കച്ചവടക്കാരനാണ്. കുറച്ചൊരാഴ്ചകൾക്ക് ശേഷമാണ് ആ തുലാസിൽ എന്തോ ഒരു കേട് വന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു ഗ്രാമിന്റെ വ്യത്യാസം വരുന്നത് പിന്നെ ബോധ്യപ്പെട്ടത്. അദ്ദേഹം ആ സമയം മുതൽ എടുത്ത എല്ലാ നടത്തിയ കച്ചവടക്കാരെയും നോക്കിയിരിക്കുന്നത് അറിയോ, അന്വേഷിച്ച് ചെന്ന് എത്ര ക്യാഷ് നിങ്ങളുടെ പെട്ടിട്ടുണ്ട്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണം. വളരെ ചെറുപ്പക്കാരനാണ്. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ശരിക്കും അദ്ദേഹം മരണപ്പെടുക. അത് പറഞ്ഞതാ വെച്ചാൽ ആ മരണം സംഭവിക്കുന്നത് പോലും എത്ര വൃത്തിയുള്ള മരണമായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് സെക്സ് റാക്കറ്റുകള്, മയക്കുമരുന്നുകള്, ഹവാലകള്, കള്ളക്കടത്ത് ആരാ നന്നായിരിക്കുന്ന സഹോദരങ്ങളായി?
എത്രയെത്ര പ്രയാസങ്ങളാ. അങ്ങനെ ഒരു കുട്ടി അതിൽ പെട്ടാൽ അനുഭവിക്കുന്ന മാനസിക തിക്കുമുട്ട്, ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയായിരിക്കും. അതുകൊണ്ട് ഒരു കാല് വെക്കുമ്പോ, ഒരു ചിന്ത വരുമ്പോ ഐശ്വര്യം ഉണ്ടാകൂല എന്ന വാക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരണം. നല്ല ഇണ അല്ലെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞറിയോ, നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ ആരറിയോ? അവരിൽ ബർക്കത്തുള്ളവരാ. അവരാരാ? പോറ്റാൻ എളുപ്പമാണ് എന്നാണ്. ബയാൻ ചെയ്യാൻ സമയമില്ല. പോറ്റാൻ എളുപ്പമാണ്. ആർഭാടങ്ങളില്ലാത്ത, അല്ലെ, അനാവശ്യങ്ങളില്ലാത്ത കുടുംബങ്ങൾ എത്ര സന്തോഷകരമായിട്ടായിരിക്കും അവരങ്ങനെ ജീവിച്ചു പോകാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാൽ, ചെറിയ കാലം ജീവിച്ച് വലിയ വലിയ നന്മകൾ ആയുസ്സിൽ ചെയ്തു വെച്ച് പോകുന്ന ആളുകളില്ലേ? നമ്മളെ കുറിച്ചൊന്ന് ശരിക്കും ശാന്തമായിട്ട് ആലോചിച്ച് നോക്കി. തമാശ അല്ല, എന്നാലും ഗൗരവത്തില് നിങ്ങൾ എടുക്കണം എന്നുള്ള നിലക്ക് പറയാ. വീടിനും നാടിനും ഒക്കെ എന്ത് ഗുണ നമ്മളെ കൊണ്ട് കിട്ടാം. പണ്ടൊരു വാപ്പ കുട്ടിക്ക് പേരിട്ടു, അപ്പൂന്ന് പേരിട്ട്, നല്ലോനാകാണെങ്കിൽ നിന്നെ ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇന്ന പേരാക്കാം എന്നുള്ളതാ. അത് എന്തെന്നെ ആണെങ്കിൽ പോലും നമ്മൾ ഏത് ഗണത്തിലാ പെടുക എന്നുള്ളത് കൂടി നമ്മൾ ശരിക്കും ആലോചിക്കുക. നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങുക. അതിലാണ് എന്റെ ഉമ്മത്തിന് ഏതുള്ളത് ഐശ്വര്യമുള്ളത് എന്ന് ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സുബഹി കഴിഞ്ഞിട്ടും കിടന്നുറങ്ങുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ എന്ത് ബർക്കത്തുണ്ടാവും. അതുകൊണ്ട് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ഈമാനും തഖ്വയുമുണ്ടോ, വാനഭൂവനങ്ങളിൽ ഐശ്വര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടും. അതുകൊണ്ട് ആ യോഗ്യത നേടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇത് വേറൊരാളോട് മറുപടി കൊടുക്കേണ്ടതല്ല, സ്വന്തത്തിന് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മറുപടി കൊടുക്കേണ്ടതാണ്. പരാജയം മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നല്ലപോലെ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, ഈമാനും തഖ്വയും കൈമുതലാക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ഉണക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ 19-ാം തീയതി ഞായറാഴ്ച 4:30 മണിക്ക് നമ്മുടെ നാട് മദ്രസയിൽ വെച്ച് ഒരു ദീനിയായ മജ്‌ലിസ് നടക്കുന്നുണ്ട്. കുടുംബ വിഷയങ്ങളുമായി, നിലവിലുള്ള സുന്നത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന എല്ലാ സഹോദരങ്ങളും കുടുംബസമേതം പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബർക്കത്തുള്ളതാക്കാം എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അവയിൽപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യം കൂടി ഏതാന്ന് ചോദിച്ചാൽ, അറിവ് നല്ലോ നേടുക, അറിവുണ്ടാക്കുക, എന്നിട്ട് ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പ്രിയരെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത് ആവശ്യമാണ്. കാരണം ഇസ്ലാമിനെതിരെ എന്തെല്ലാം വാക്കുകളാണ് അങ്ങനെ പടച്ചു വിടുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നുക ഇതും ശരി തന്നെയാണ്, അതും ശരി തന്നെ. കാരണം നമുക്ക് അറിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതില്ലാതിരിക്കാൻ നമ്മൾക്ക് സൗകര്യങ്ങളുണ്ട്, നമ്മൾ പഠിക്കണം. കുറെ ഉണ്ടാവലല്ല, ഉള്ളതിൽ ഐശ്വര്യം കൊണ്ടാ എന്ന് എപ്പോഴും പഠിച്ചോട് ചോദിക്കണം. ഒരുപാട് കിട്ടലല്ല, കിട്ടിയതിനൊരു സുഖം ഉണ്ടാവണം. കുറച്ചു പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, എന്നാലോ അതില്ലാത്തവനും ഉള്ളവനൊക്കെ ചെന്ന് കിടക്കേണ്ട ഖബറിന്റെ വലുപ്പം നിങ്ങൾ ഈ നാട്ടിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കാം. ഒറ്റ വാക്ക്, ചിലപ്പോ ഒരു സ്പോർട്സിന്റെ കാലം, ഒരു കളികളുടെ കാലമാണല്ലോ. ഒരു ടീമിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറെ പിന്നിൽ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഇനി ജയിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നി ഓടുക. ആ ഓട്ടത്തിലാണല്ലോ പിന്നീട് അവർ തിരിച്ചു വരുന്നത്. അത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കളി എന്തോ ആവട്ടെ ആവാതിരിക്കട്ടെ, അതിനല്ല. ഞാൻ തോറ്റു നമുക്ക് ആർക്കും തോന്നണ്ട.
ജീവിതത്തിൽ കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കെന്ത് വേണമെന്നറിയോ? ഇനിയും ഓടി പോരാടി വിശ്വാസത്തോടുകൂടി ജയിക്കാൻ കഴിയണം. ജീവിതം അങ്ങനെയാണ്. പരാജയം വരുമ്പോഴേക്കെല്ലാം തകർന്നു തോന്നരുത്. നമ്മുടെ കളി കഴിഞ്ഞിട്ടില്ല, ആയുസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പ്രതീക്ഷയോടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് പൊറുക്കലിനെ തേടി ആ വീഴ്ചകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനെപ്പോഴും നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്നറിയാമോ? അള്ളാഹുമ്മ, നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, നല്ല വേഗത്തിന്റെ കൂടെ പറയണം. അല്ലാഹുമ്മ ഖന്നി ഐനി ബിമാ റസഖ്തനി, പടച്ചവനെ നീ തന്നതിൽ എനിക്ക് സംതൃപ്തി തരണം. വബാരിക് ലീ ഫിമാ അതൈതനി, തന്നതിലെല്ലാം ബർക്കത്തിനെയും തരണം. എന്തൊക്കെയാ പറയേണ്ടത്? അല്ലാഹുമ്മ ഖന്നി ഐനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫിമാ അതൈതനി. നന്നായി പ്രാർത്ഥിക്കുക, അള്ളാഹുവോട് അടുപ്പം പുലർത്തുക. ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടി വരും. കരുതലോടെ ശ്രദ്ധയോടുകൂടെ മാറി നിൽക്കേണ്ടിടത്ത് മാറി നിന്ന് നമ്മൾ ആത്മാർത്ഥമായി തേടുക. ഐശ്വര്യം പടച്ചവനോട് ചോദിക്കുക. അള്ളാഹു തരാതിരിക്കില്ല. പടച്ച റബ്ബ് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ജീവിതത്തിലെ എല്ലാ വഴികളിലും നിന്റെ ഐശ്വര്യവും ബർക്കത്തും തന്ന് നീ തുണക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിലെ സകലമാന മുസീബത്തുകളിൽ നിന്ന്, എല്ലാതരം കെടുതികളിൽ നിന്ന് നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, മറ്റസ്വസ്ഥതകൾ കൊണ്ട് വേദനിക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ കെടുതികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നിന്റെ കഴിവ് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ശിഫ നൽകണമേ. ആഫിയത്തുള്ള ജീവിതം നൽകി തുണക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് സന്തോഷകരമായ ജീവിതം രണ്ട് ലോകത്തും പ്രദാനം ചെയ്യണമേ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷകരമായി നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തന്ന് തുണക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലിൽ ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. والسلام على المرسلين والحمد لله رب العالمين.